വേറെ എന്താ ഗായ്സ് നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ പറയാനാണ് വന്നത്. എന്താ എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ ഈ ഫുഡ് കൊടുക്കുന്ന വീട്ടിൽ കുഞ്ഞുങ്ങളുള്ള അമ്മമാരായാലും വീട്ടിലുള്ളവർ ശ്രദ്ധിക്കണം മെയിനായിട്ട് കാര്യം. നമുക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞു കേട്ടതേ ഉള്ളൂ, നമുക്ക് അനുഭവം മനസ്സിലായത്. ഈ സാധനം അമൃതം പൊടി ഇത് വിഷമാണ്, വിഷം. ഇത് കൊച്ചു പിള്ളേർക്ക് ആർക്കും കൊടുക്കല്ലേ. നമ്മൾ ജാനിക്ക് സ്ഥിരം കൊടുക്കണം ഐറ്റം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൊടുക്കല്, ഇത് വിഷമെന്ന് വെച്ചാൽ കൊടും വിഷമാണ്. ഇത് സർക്കാർ എന്തിനു വേണ്ടി ഇറക്കണം ഒരു പിടിയില്ല. നമുക്ക് അമൃതം പൊടി ഈ സാധനം അങ്കൻവാടി വഴി കിട്ടുന്ന സാധനമാണ്. ഇത് ഒരു കാരണവശാലും പിള്ളേർക്ക് കൊടുക്കില്ല. നമുക്ക് കുറേ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ പിള്ളേർക്ക് നമ്മൾ താഴെയാണ് പിള്ളേർക്ക് കിട്ടുന്നുണ്ട്. പല്ലിയുടെ വാല്, പാറ്റ, ഇതെല്ലാം കിട്ടുന്നുണ്ട്. കുറെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിച്ചില്ല. കുഴപ്പമില്ല, അമൃതം പൊടി കൊടുക്കണോന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അത് വിഷം ഡോക്ടർ കൊടുക്കണോന്ന് പറഞ്ഞപ്പോഴാണ് കൊടുക്കൂലെന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ കൊടുക്കാൻ തുടങ്ങിയത്. ഇത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി മിക്സ് ചെയ്ത് വന്നപ്പം എന്താ ഇങ്ങനെ കറുത്ത കളർ കണ്ട. ഇങ്ങോട്ടോ ഇവിടെ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി തട്ടിയിട്ട് വെള്ളം നല്ല മിക്സ് ചെയ്തിട്ട് നല്ല ഇങ്ങനെ കട്ടയുള്ളതുകൊണ്ട് നല്ല ഇങ്ങനെ ഉടച്ചിട്ടാണ് ചെയ്യുന്നത്. കണ്ട എന്താണ് സംഭവം എന്ന് അറിഞ്ഞൂടെ. എന്തോ ഞാൻ കാണിക്കാം. ഇത് പിടിച്ചോ, കാണാമോന്ന് അറിഞ്ഞൂടാ. എന്താണ് സാധനം മനസ്സിലാവണില്ല. അതിന്റെ തരി വേറെ ഉണ്ട് കേട്ടോ, വേറെ തരികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെങ്ങനെ വിശ്വസിച്ച് ഒരു കുഞ്ഞിനെ കൊടുക്കും? ഇതെന്താണോ പറഞ്ഞത്? ഇത് പ്ലാസ്റ്റിക് ആണോ, ജീവിയാണോ, എന്തെങ്കിലും ചത്തതാണോ, ചത്തിട്ട് വലിയൊക്കെ ചെയ്യണം. പ്ലാസ്റ്റിക് വല്ലതാണോ എന്തോ ഒരു വല്ലാത്ത സ്മെല്ലും ഒരു കെട്ട മണമുണ്ട്. ഇനി വേറെ ഉണ്ടോ നോക്കിയാണ്. ഇല്ല ഇല്ല, ഇത്ര തന്നെ. ചെറിയൊരു തരി ഞാൻ കണ്ടു കേട്ടോ, അതിനകത്ത് ഉണ്ട്. അതിന്റെ അതിന് ഇങ്ങനെ ഇളകുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഈ വെള്ളം മിക്സ് ചെയ്തില്ലേ, മിക്സ് ചെയ്ത സമയത്ത് അതിന് ഇളകുന്നതാണ്. എല്ലാം കറുത്തിരിക്കണം. ഇനി ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് മൊത്തം ഒന്ന് പൊട്ടിച്ച് കാര്യം എന്തോ ഇത് ഇപ്പൊ ഞാൻ പറയാം. എല്ലാ അമ്മമാരും ചുമ്മാ പഠിച്ചത് എല്ലാ അമ്മമാരും ഒരുപോലെയാണ്. ചിലപ്പോൾ ഒരു കണ്ണ് കാണാത്ത അമ്മയായിരിക്കും. ചിലപ്പോൾ നമ്മൾ സിനിമയെ കാണില്ല, കണ്ണുള്ള അമ്മ എല്ലാം ചെയ്യുമ്പോൾ ആ അമ്മയെ ഉണ്ടാക്കണമെങ്കിൽ കുഞ്ഞിന് വാരി കൊടുക്കൂലേ, അല്ലെങ്കിൽ അതൊക്കെ അമ്മ ഒരു നല്ല ധൃതിയിൽ നിൽക്കണം. അവരുണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത് അങ്ങ് കൊടുത്ത് കുഞ്ഞിന് കൊടുത്തില്ല. ശ്രദ്ധിക്കും, ഇതൊക്കെ ശ്രദ്ധിക്കൂല. നമ്മളും സത്യം പറഞ്ഞാൽ ഇത് കുഞ്ഞിന് കൊടുത്ത് ഇപ്പൊ നമ്മൾ സപ്പോസ് കൊടുത്ത് ജാനിക്ക് തൊണ്ടയെ കുരി, ശ്വാസം മുട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വന്നു, ആര് കൊണ്ടുപോകണം? നമ്മൾ തന്നെ കൊണ്ടുപോകണം. ഈ സർക്കാർ പൈസ തരും. നമ്മൾ അങ്കൻവാടിയിൽ നിന്ന് ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞ് ഓടിപ്പോയി സഞ്ചിയും കൊണ്ട് വിളിക്കുമ്പോൾ ഇത്തുപൂര എണ്ണയും തരും, 2 പാക്കറ്റ് ഇതും തരും എന്ന് പറഞ്ഞ് ഇവിടെ സഞ്ചിയും കൊണ്ട് വിളിക്കും. അതൊക്കെ കൃത്യസമയത്ത് പോയില്ലെങ്കിൽ 4 വട്ടം വിളിക്കും, വാ 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 എന്ന് വിളിച്ചോണ്ട്. എന്നിട്ട് പോയി വാങ്ങിച്ചാൽ ഇതാണ് സംഭവം. എന്താണെന്ന് അറിഞ്ഞൂടെ. ഇതിങ്ങനെ ഇത് ശ്രദ്ധിക്കാതെ കുഞ്ഞിനെ കൊടുത്തിരുന്നെങ്കിലുള്ള അവസ്ഥ കുഞ്ഞിന് കുഴപ്പമില്ല. കുഞ്ഞ് കഴിച്ച് ഒന്നും സംഭവിച്ചില്ല, കുഴപ്പമില്ല. വല്ലതും സംഭവിച്ചാൽ ആർക്ക് നഷ്ടം? നമ്മളെ ജാനി ഇൻ കേസ് അവർക്ക് വല്ലതും പറ്റി 2 ദിവസം ഇത് സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ പോയി കുഞ്ഞ് അമൃതം പൊടി കഴിച്ചു. അടുത്ത വിഷയം കിട്ടുമ്പോൾ അവർ അതിൻ്റെ ബാക്കേ പോകും. ഇതിപ്പോൾ ബാക്കി കാണുന്നവർക്ക് ആർക്കും ഒരു ഇതും വരില്ല. കാരണം കുഞ്ഞുങ്ങളുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അതുമല്ല വീട്ടിൽ അവരവർക്ക് അനുഭവം വരുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇത് കോഴിക്കെല്ലാം കൊടുക്കാം, അല്ലാതെ കുഞ്ഞിന് കൊടുക്കണ്ട. നിങ്ങളതിനെ പറ. ചിലർക്ക് പറയുന്നുണ്ട് അവരെ വീട്ടിൽ എന്തൊക്കെയോ വേസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞ അനുഭവം വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്താണ് സാധനം നിറഞ്ഞൂടാ. നിങ്ങൾ നോക്കിയത് എന്തിനാണെന്ന്? പ്ലാസ്റ്റിക് ആണോ, ജീവി ചത്തതാണോ, എന്തരാണോ ഒന്നും പിടുത്തില്ല. ഒരു വല്ലാത്ത സ്മെല്ലും ഉണ്ട്. കൈ കഴുകിക്കളാ. ഇത് വെച്ചിങ്ങനെ മിക്സ് ചെയ്താ കളറ് മാറണ്ട. ഈ കളറ് മാറണ്ട. ഇതും കൂടെ പോയിരുന്നെങ്കില ഇതെന്തിനാണ് സർക്കാർ ഇങ്ങനെ ഉണ്ടാക്കി വരുന്നത് ഒരു പിടിയില്ല. ഈ പൊടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സാധനമാണ് ഈ അമൃതം പൊടി എന്ന് പറയുന്നത്. ഇതില് പറയുന്നതെന്ന് വെച്ചാൽ കഴുകി കളഞ്ഞിട്ട് നമ്മള് മട്ടൻ ബിരിയാണി കഴിക്കും പോലത്തെ കടയിൽ വിഴുക്ക് വേണ്ട എണ്ണയാണ്. ഇത് റബ്ബറാണ് പിടിക്കുന്നുണ്ട. എന്തോ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. എനിക്ക് തന്നെ പാക്കിങ്ങിന്റെ സമയത്ത് എങ്ങനെ ഒരു പെട്ടെന്ന് കണ്ട എനിക്കൊന്ന് തീ എത്തിച്ചത് കത്തുമെന്ന് തോന്നുന്നു. പോഷകാഹാരം എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്.
കുഞ്ഞിന് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത്. നിങ്ങൾ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇത് മാത്രമല്ല, വേറെ ഏത് പാക്കറ്റായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയാലും നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിൽ ഇതാ നമ്മൾ പൊട്ടിച്ചത്, ഇതിൻ്റെ എക്സ്പയർ ഡേറ്റ് വാങ്ങിക്കോ, കാണാമോ? എക്സ്പയർ ഡേറ്റ് 17/12/2000 എന്തിനാണെന്നൊരു പിടുത്തമില്ല. 13 ഞാനും അത് വിചാരിച്ച കാര്യമാണ്. കളിക്കാൻ പറ്റും, കളിക്കട്ടെ. ഞാനും പറയണമെന്ന് വെച്ച കാര്യമാണ്, പല പാക്കറ്റുകളിലും എക്സ്പയറി ഡേറ്റ് അല്ല, പാക്ക്ഡ് ഡേറ്റ് ഇല്ല. സത്യം പറഞ്ഞ പാക്ക്ഡ് ഡേറ്റ് നമുക്ക് കിട്ടിയായിരുന്നു. എത്ര വിഷം ഉണ്ടെന്ന് നോക്ക്. ഇതിൽ എക്സ്പയർ ഡേറ്റ് ഇല്ല, നോക്ക്. എക്സ്പയറി ഡേറ്റ് ഇല്ല, പാക്ക്ഡ് ഡേറ്റ് ആണ്. പാക്ക്ഡ് ഡേറ്റ് ഇല്ല, ഇതിൽ എക്സ്പയറി ഡേറ്റ് ഇതിൽ പിന്നെ അറിയാൻ പറ്റും. 10 ഇതൊക്കെ നമ്മൾ കഴിക്കൂല. ഇത് 10 ഇത് ജാനി ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞില്ല. അപ്പം നമ്മൾ കൊടുക്കൂലേ. പിന്നെ ഡോക്ടർ പറഞ്ഞ ശേഷം വീണ്ടും കൊടുത്തു തുടങ്ങിയതാ 10. ഇത് കൊടുത്തിട്ടില്ല, 10. ഇതൊക്കെ എക്സ്പയർ. ഇതൊക്കെ നമ്മൾ കോഴി കൊടുക്കാൻ വേണ്ടി. അല്ലെ ഇത് കോഴി കഴിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണതില്ലേ. 10. ഇതിൽ 10 മാത്രമേ, ഏത് ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൽ എക്സ്പയർ ഡേറ്റ് ഇല്ല. ഇതിൽ 1/2023. ബാക്കി എന്താണെന്ന് ഒരു പിടുത്തമില്ല. പിന്നെ അടുത്തത് 19/12/2 ഇതുണ്ട്. ഇതുകൊണ്ട് ഇത് ഈ മാസം വരെ 17/2023 നമ്മളെ പൊട്ടിച്ചത്. മുന്നേക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പ്രിന്റ് അല്ല, അവരിങ്ങനെ എഴുതി സ്കെച്ച് വെച്ച് പാക്ക്ഡ് ഡേറ്റ് അച്ചടിക്കപ്പോ. ഇത് കണ്ട വീണത് കണ്ട ടെറസ് നടക്കാൻ നമ്മൾ തുണി എടുക്കാൻ പോകുമ്പോൾ ടെറസിന് വേണ്ടി നടത്തിക്കുക. വീണത് മൂക്ക് മുറിഞ്ഞു. ക്യാമറ വേണം. മുന്നേന്ന് വെച്ചാൽ ഇതിന്റെ എക്സ്പയറി വരുന്ന പാക്ക്ഡ് ഡേറ്റ് വരുന്ന ഇങ്ങനെ പ്രിന്റ് അല്ല, അവർ സ്കെച്ച് വെച്ച് എഴുതുന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ള ഒരു മാസം പോയില്ലാന്നുണ്ടെങ്കിൽ പിറ്റേ മാസം സ്കെച്ച് വെച്ച് അങ്ങനെ പാക്ക്ഡ് ഡേറ്റ് എഴുതി വിട്ടാൽ പോരെ. ഇത് എന്ത് ഉത്തരവാദിത്തത്തോടു കൂടിയാണ് അവർ ചെയ്യണതെന്ന്. ഇതിൽ ചേരുവകൾ ചേർത്തിട്ടുണ്ട്: ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര, പ്ലാസ്റ്റിക്. തനിമ വിന്റർ വെങ്ങാനൂർ മൊബൈൽ നമ്പർ വരെ കൊടുത്തിട്ടുണ്ട്. ലൈസൻസ് നമ്പർ, സ്റ്റാൻഡേർഡ് സൈസ്, ഇതിൽ കൊടുത്തുള്ള എല്ലാം നമുക്കിത് പറയാം. നമുക്ക് വേറെ വാങ്ങാം കടയിൽ നിന്നുള്ള. ഇത് ഇനി അത് മറ്റേ കെമിക്കലായിരിക്കും ഈ കാലഘട്ടത്തൊന്നും. ഞാൻ എന്തിനാ കരയണ? ഞാൻ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുകളും പ്രാണികളൊന്നും കേട്ടിട്ടില്ലല്ലോ. അമ്മ വേറെ സാധനം വീഡിയോ എടുക്കാൻ നേരത്ത് എപ്പോഴും കിടന്ന കാര്യത്തിലാണ്. അവർക്ക് ക്യാമറ വേണം. ഒരു വ്ളോഗറായെന്നുള്ള വിചാരം. അപ്പൊ ഈ സാധനം നമുക്കിനി വേണ്ട, നമുക്കിത് കളയാം, കത്തിച്ചു കളയാം. അല്ലാതെ വേറെ വഴിയില്ല. കോഴിക്ക് കൊടുക്കുന്നതല്ലേ പറഞ്ഞേ, കോഴിക്ക് കൊടുക്കണ്ട. ഇത് എന്തെല്ലാം കത്തിക്കാൻ നമുക്ക് കത്തിക്കാം. ഇത് പ്രതിഷേധമാണ്, പ്രതിഷേധം കത്തിക്കാം. ശരിക്കും ഞാൻ സീരിയസ് ആയിട്ട് പറയണോ, ഒരമ്മമാരും നിങ്ങൾ മാക്സിമം കൊടുക്കാതിരിക്കുക. എനിക്കതേ പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് അവളെ കലക്കിയില്ല, അത് കണ്ടിട്ടായിരിക്കും കാര്യമാണോ കൊടുക്കാൻ വേണ്ടി. അമ്മ വേറെ തരാം. അത് വേണ്ട. ക്യാമറ വേണോ? വേണ്ട അച്ഛ വേണ്ട. നമുക്കിത് കൊണ്ടുവന്ന് കളയാം. ബാക്കിലിട്ട് എവിടെയെങ്കിലും ഇട്ട് കത്തിച്ച് കളയാം. ചേച്ചിയുടെ കൂടെ പോകാം. ഇവിടെ ഇടണ്ട, അപ്പുറത്ത് ഇവിടെ കിട്ടാതെ. അപ്പുറത്തെങ്ങറുന്നത് അവിടെ പതുക്കെ കയറണേ. കത്തൂലല്ല കേട്ടോ, ഇത് കത്തുവോ? മാവല്ലേ എന്തെങ്കിലും. ഒരു വിഷം, 2 വിഷം, 3-4 വിഷം, 3-4 വിഷം, 5-6 വിഷം. വിഷം ഒഴിച്ച് തന്നെ കത്തിക്കാം. ഫ്രീ ആയിട്ട് കൊടുക്കണം തുടങ്ങി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു. അതും പോട്ടെ. തീപ്പെട്ടി എടുത്തില്ല. തീപ്പെട്ടി എടുത്തിട്ടോ. നമ്മളെ വീടിൻ്റെ കോമ്പൗണ്ട് ഇതാക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മളപ്പോൾ ചവറൊക്കെ വരുന്ന ഇവിടെ പേപ്പറുണ്ട് ആൾറെഡി.
ജാനി ഇനിയിപ്പം മിക്കവാറും വലിയ റീച്ചില്ലല്ലോ, വ്ളോഗ് വലിയ റീച്ചില്ലല്ലോ, പേടിക്കട്ടെ. അല്ല ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ആയാലേ ഫുഡ് കത്തിച്ചെന്ന് പറഞ്ഞ് കുറേ പൊങ്കലിടാൻ കുറേ എണ്ണം വരും. ഫുഡ് അങ്ങനെ ചെയ്യാൻ പാടില്ല, നമുക്ക് വൈകി പാവപ്പെട്ടവർ കൊടുത്തൂടെ. അപ്പോൾ ഈ വിശക്കെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നമുക്ക് വിഷം മാറ്റി കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളതിൽ ഇതേ നമ്മളെ പൈസ ഇല്ല, 10 രൂപയുള്ളൂ. 10 രൂപ ഈ വർഷം മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ അത് കഴിച്ച് സമാധാനപ്പെടണം നമുക്ക് പറയാൻ പറ്റും. ഈ പറയണ വീട്ടിലും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. ഇത് പിടിച്ചോ, അവളുടെ സാധനം കേട്ടോ, വാട്ടർ ബോട്ടിലിന്റെ അടുത്ത്. അയ്യോ എന്താ കൂട് ചാടിക്കോ. അഗ്നിയെ ശാസ്ത്രീയ നിർത്തി പറയുന്നത് ഈ സാധനം പിള്ളേർക്ക് ആർക്കും മാറ്റി കൊടുക്കല്ലേ, വിഷമാണ് വിഷം. കത്തി നശിക്കും. ഇനി പറമ്പോലെ ഫുള്ളും കത്തി പിടിക്കുമല്ലോ അങ്ങോട്ട്. വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് അടുത്തില്ല നിൽക്കാം വെള്ളം വെച്ചുകൊണ്ട്. അപ്പം നിങ്ങളുടെ നമ്മൾ പറയുന്നു, ഒരിക്കൽ കൂടെ പറയുന്നു, ബാ അതിൻ്റെ ദയവ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യരുത്. കൊടുക്കുന്ന അമ്മമാരെ കാണും, ചിലർക്ക് വിശ്വാസം വരില്ല. ഇത് ഓരോരുത്തർക്ക് അനുഭവം വരുമ്പോഴേ അറിയുള്ളൂ, അറിയുള്ളൂ. കാരണം വീഡിയോ എടുക്കുമ്പോൾ ഇവർക്ക് എപ്പോഴും ഉള്ളത് വീഡിയോ എടുക്കാൻ നമ്മളെ സമ്മതിക്കില്ല. ക്യാമറ വേണം, പാവമാണ്. തീപ്പെട്ടി വിഷം, ഇതും വിഷം അതും വിഷം, എല്ലാം വിഷം, ലോകത്തെല്ലാം വിഷം. ആ സാധനം ആരും കൊടുക്കല്, വിഷമാണ്. സർക്കാർ ഫ്രീ ആയിട്ട് ഇറക്കണം എന്ന് പറഞ്ഞ് വിഷം തന്നാലേ നമ്മൾ ജനങ്ങൾ പോയി വാങ്ങും. അതുകൊണ്ട് വാങ്ങല് കൊച്ചു പിള്ളേർക്ക് മാക്സിമം ഇത് കൊടുക്കല്. മുമ്പ് ഇവിടെ നമ്മൾ ഇവർക്ക് കൊടുക്കായിരുന്നില്ല. അപ്പം വീടിനടുത്തുള്ള ജിമ്മിൽ പോകുന്ന ചാട്ടന്മാർക്ക് നമ്മൾ കൊടുത്തോണ്ട്. ഇനി അവരോട് നമ്മൾ പറയുന്നത് മാറ്റി കഴിക്കണം, എന്തെങ്കിലും ആവട്ടെ, എന്ത് തേങ്ങെങ്കിലും ആവട്ടെ. നമ്മൾ അധികം വ്ളോഗെടുക്കാതല്ല. അപ്പോൾ ഈ വിഷം ആരും മാറ്റി കൊടുക്കില്ല. അമൃതം പൊടി ഇഞ്ചുറി ടു ഹെൽത്ത്. അപ്പോൾ സർക്കാരിനോട് നന്ദിയുണ്ട്, നമുക്ക് ഇപ്പോഴെങ്കിലും ഇത് അറിയാൻ പറ്റി. നമ്മൾ നമുക്ക് 1 വയസ്സായി, ഇത്ര മാസം കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോഴെങ്കിലും അറിഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട്. അപ്പം ശരി, ബൈ.